ഒരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഈ ഒരു ആപ്പിൻ്റെ പേര് ജാർ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു മലയാളം വീഡിയോ ആണിത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് നാളായി ലോഞ്ച് ചെയ്തിട്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് RBI ആയിട്ട് രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. RBI ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. RBI എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു ജാർ ആപ്പ്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ iOS യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ഈ ബാങ്കിൽ കൊണ്ട് കാശൊക്കെ ഇടത്തില്ലേ, അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് നമുക്ക് ഗോൾഡിൽ നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റും. ഗോൾഡ് നമ്മൾ മേടിച്ച് ഈ ഒരു ആപ്പിനകത്ത് നമ്മൾ കാശ് ഇടുമ്പോൾ നമ്മളത് ഗോൾഡിനകത്തോട്ടാണ് കാശ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഗോൾഡായിട്ട് കിടക്കും. അപ്പോൾ ഗോൾഡിൻ്റെ വില അനുസരിച്ച്, മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ഇത് സെറ്റാവും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ എമൗണ്ടിനെക്കാട്ടിയും കൂടുതലായിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം. അപ്പം നമുക്കത് പ്രോഫിറ്റാണ്. അപ്പം ആ രീതിയിലൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമുക്ക് മിനിമം 10 രൂപ വെച്ച് തുടങ്ങാൻ പറ്റും. നമുക്ക് 10 രൂപ മിനിമം ഡെയിലി കൊടുത്താലും നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനും യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി നമുക്ക് 10 രൂപ മതി. മിനിമം ഡെയിലി 10 രൂപ വെച്ചിട്ട്, നിങ്ങൾക്ക് അതിൽ കൂടുതലും വേണമെങ്കിൽ കൂട്ടാം ഡെയിലി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി 10 രൂപ വെച്ചിട്ടുള്ള പരിപാടിയും ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആപ്പിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് UPI, നമ്മളുടെ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഫോൺ പേയിൽ അല്ലെങ്കിൽ പേടിഎമ്മിൽ നമ്മൾ ഇതേപോലെ ഒരു ആക്സസിബിലിറ്റി, ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെയിലി അങ്ങ് പിടിച്ചോളും. നമ്മൾ പോയിട്ട് ഡെയിലി ഇതിനകത്തോട്ട് കാശ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഒരു പെർമിഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇതിനകത്ത് കാശ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് മെനക്കെടേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഗോൾഡിൽ കൊണ്ടുപോയി കിടക്കുകയും ചെയ്യും ഒരു കാശ്. നമുക്ക് അതിന് ശേഷം ആവശ്യമില്ല. ഇപ്പം കുറച്ച് കാലത്തേക്ക് മതിയായി. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു കാശിന് ആവശ്യം വന്നു. അപ്പോൾ നമുക്ക് ഈ ഗോൾഡ് അപ്പോഴേ നമുക്കങ്ങ് സെല്ല് ചെയ്തിട്ട് നമുക്ക് ബാങ്കിലേക്കൊക്കെ നമുക്ക് കാശൊക്കെ അപ്പോഴേ അങ്ങ് എടുക്കാം. വേറെ വിഷയമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടി നിർത്തണം. അതായത് കുറച്ച് ഇപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അത് നിർത്തണമെന്നുണ്ടെങ്കിലും വഴിയുണ്ട്. എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്, ഇതൊരു RBI രജിസ്റ്റേർഡ് ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് ഗോൾഡിലാണ് നമ്മൾ കാശ് ഇടുന്ന സമയത്തിനകത്ത് കയറണം. മിനിമം 10 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. ഡെയിലിയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യാം. പക്ഷേ ഡെയിലി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിതിനകത്ത് ഒരു പെർമിഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഡെയിലി നമ്മളതിൽ നിന്ന് 10 രൂപ വെച്ച് പിടിക്കും. മിനിമം 10 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ. നിങ്ങൾക്ക് 30 രൂപ കൊടുക്കണമെങ്കിൽ 30 രൂപ, 20 രൂപ കൊടുക്കണമെങ്കിൽ 5 രൂപ കൊടുക്കാൻ പറ്റില്ല. 15 കൊടുക്കണമെങ്കിൽ 15 കൊടുക്കാം, 20 കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളിപ്പം ബാങ്കിലൊക്കെ കൊണ്ടിടുന്ന സമയത്താണ്, ബാങ്കിൽ അവന്മാർ പറയും 2000 രൂപ മിനിമം ബാലൻസ് ഇല്ല, ഞാനങ്ങ് പിടിക്കുമെന്ന് പറഞ്ഞാൽ അവന്മാർ 100 പിടിച്ചുകൊണ്ട് പോകും. ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇത് ഡെയിലി നമ്മുടെ ബാങ്കിൽ നിന്ന് കാശ് എടുക്കുകയും ചെയ്യും. അതിന് ഡെയിലിയുള്ള ഗോൾഡിൻ്റെ പ്രൈസിൽ അതങ്ങ് അപ്ഡേറ്റ് ആയി. നമ്മളിപ്പം ഡെയിലി ഇപ്പോൾ ഒരു 10 രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നു. 30 ദിവസമായി, എത്ര രൂപയായി? 300 രൂപയായി. പക്ഷേ നമ്മൾ 30 ദിവസം കഴിയുമ്പം ചിലപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 300 വാല്യൂ അങ്ങ് കൂടും കേട്ടോ. അതാണ് സംഭവം. അപ്പം ഇതേ കണക്കൊരു ലോങ് ടേമിലേക്കൊക്കെ വരുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസിൽ നല്ല വ്യത്യാസം വരും. എന്തായാലും ഉറപ്പാണേ, ഗോൾഡിൻ്റെ പ്രൈസ് എന്തായാലും ഇങ്ങനെ നിൽക്കുമല്ല, കയറും. ഡെയിലി കയറിക്കൊണ്ടിരിക്കുക, മണിക്കൂറുകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട്, ഈ ആപ്പിനകത്ത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കത് പ്രോഫിറ്റ് കൊടുക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സമയമാകുമ്പം ആ സമയത്തെ ആ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് വെച്ച് നിങ്ങൾക്കത് വിഡ്രോ എടുക്കാൻ പറ്റും. സിമ്പിൾ ആപ്ലിക്കേഷനാണ്, സിമ്പിൾ ഇൻ്റർഫേസാണ്. ഒരു പരിപാടിയില്ല, വേറൊരു പരിപാടിയില്ല, കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇവർക്ക് ഒരു തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസും വേണ്ട. RBI രജിസ്റ്റേർഡ് ആണ്. അവരുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ഒരു ആപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി സെക്യൂറാണ്. ഓക്കെ, അത് ഞാനിപ്പോൾ അന്വേഷിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ജാർ ആപ്പിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ഓട്ടോ പേ സെറ്റ് ചെയ്യുന്നതും ഡെയിലി സേവിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ കണ്ടു നോക്കുക. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും ഇതേപോലെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്പ് വഴി. അപ്പം അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ആപ്പിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ ജാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇത് ഈ വഴി തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല കേട്ടോ, എങ്കിലും ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രേ പറയാനുള്ളൂ. വീഡിയോ ബാക്കി കണ്ടു നോക്കുക കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വീഡിയോ ബാക്കി കണ്ടു നോക്കുക. ഞാൻ ഇനി പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നത് ഒരുപാട്. ഗൈസ്, നമ്മൾ അതിന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ജാർ ആപ്ലിക്കേഷൻ അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അവിടെ സെർച്ച് ചെയ്യണം നമ്മൾ ജാർ ആപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ജാർ ആപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജാറിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ വരും. നമുക്ക് ഇവിടെ ജാർ ആപ്പ് ഇതാണ്, സേവ് മണി ഇൻ ഡിജിറ്റൽ ഗോൾഡ്. ഓക്കെ, എല്ലാ ദിവസവും നമുക്കിങ്ങനെ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായ ഘട്ടത്തിൽ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പം ഗോൾഡിന് ചിലപ്പോൾ ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോഫിറ്റാണത്, അതാണ് പറയുന്നത്.
പിന്നെ നമുക്കിപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്പ് സെറ്റാണ്. ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഇതാ കൊടുക്കുന്നു, അതാണ്ടേ ഇത് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് യുവർ സേവിങ്സ് ജേണി എന്ന് പറഞ്ഞ് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കയറാൻ പറ്റും. ഓക്കെ, നമ്മളതിൽ OTP കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്ത് കയറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡെയിലി സേവിങ്സിലേക്കുള്ള ഓപ്ഷൻസാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡെയിലി സേവിങ്സിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സേവിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഡെയിലി സേവിങ്സിൻ്റെ ഓപ്ഷനിലേക്ക് നമ്മൾ കയറുക. ഡെയിലി സേവിങ്സിൻ്റെ ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ഇവർ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിൽ പിടിച്ചോളും ക്യാഷ്. ഓക്കെ, അതിനുള്ള സെറ്റപ്പ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി കയറി ബുദ്ധിമുട്ടണമെന്നില്ല കാശിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം എത്രയാണ് നമ്മളുടെ ബാങ്കിൽ നിന്ന് പിടിക്കേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ പെർമിഷൻ കൊടുത്താലേ നമുക്കത് പെർമിഷൻ കൊടുത്തിട്ടിരുന്നാലേ നമ്മളതിന് പിടിക്കത്തുള്ളൂ. അല്ല, വെറുതെ പിടിക്കത്തില്ല. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് ആ പെർമിഷൻ എപ്പോൾ വേണമെങ്കിലും ഡിസേബിളും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 3 ദിവസം, ഇപ്പോൾ നിങ്ങൾ 3 ദിവസം ചെയ്തു, അതിന് ശേഷം 4ാമത്തെ ദിവസം നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് കാശ് വേറെ ആവശ്യത്തിന് വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, ലൈവ് വീഡിയോയിൽ കാണിച്ചു തരാം. എന്താ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് താണ്ടെ 10 രൂപ, ഞാൻ ഇപ്പോൾ 10 രൂപ വെച്ച് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് 10 രൂപ വെച്ച് തുടങ്ങാം, നിങ്ങളുടെ താല്പര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 10 രൂപ കൊടുത്തു. ഇത് കണ്ടോ, 10 റുപ്പീസ് പെർ ഡേ കണ്ടോ. ഒരു ദിവസം നമ്മളിത് 10 രൂപ പിടിക്കും. നമ്മൾ ആ 10 രൂപയുള്ള ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 30 രൂപ കൊടുക്കണമെങ്കിൽ 30 രൂപ പെർ ഡേ വെച്ച് അവർ പിടിച്ചോളൂ, ഓട്ടോമാറ്റിക്കായിട്ട് പിടിച്ചോളൂ. അപ്പോൾ നമ്മൾ 500 കൊടുക്കണമെങ്കിൽ 500 വെച്ച് പെർ ഡേ പിടിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു വരുമാനത്തിൻ്റെ അനുസരിച്ച്, നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ വരുമാനം വരുന്നതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മാസം ഇപ്പോൾ ഞാനിപ്പോൾ 10 രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്കൊരു 30 ദിവസം ആകുമ്പോഴത്തേക്ക് എത്ര രൂപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. 10 ദിവസം വെച്ച് 300 രൂപയാവും. 300 രൂപയുടെ ഗോൾഡിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആലോചിക്കണം. ഗോൾഡിൻ്റെ വില കൂടിയും കുറഞ്ഞു ഇരിക്കാം, കൂടാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. നമുക്ക് ചിലപ്പോൾ ആ 300 രൂപ കൂടുതൽ കിട്ടും. ഓക്കെ, പിന്നെ അത് അപ്പോഴും എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോവാം. ഓക്കെ, പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം കേട്ടോ. അതിനകത്ത് വിഡ്രോ ചെയ്യാൻ ദിവസമോ മാസമോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം ഒരു 10 രൂപയുടെ ഇപ്പം നാളെ തന്നെ നിങ്ങളിപ്പോൾ ഒരു 30 രൂപ ബാലൻസ് കിടപ്പുണ്ട് ഈ ഒരു ആപ്പിൽ, ഗോൾഡിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് 3ാമത്തെ ദിവസം തന്നെ എടുക്കണം കാശ്. അപ്പോൾ തന്നെ നിങ്ങൾക്കത് ഗോൾഡ് സെല്ല് ചെയ്തിട്ട് ആ കാശ് അങ്ങ് ബാങ്കിലോട്ട് എടുക്കാം, നോ വിഷയം. ആ സമയത്തുള്ള ഗോൾഡിൻ്റെ പ്രൈസ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ എന്താ 10 രൂപ കൊടുക്കുകയാണ്, പേടിഎം കൊടുക്കുകയാണ്, അതാ പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുക്കുമ്പോൾ താണ്ടേ ഇതേ കണക്ക് വരും. എമൗണ്ട് ടു ബി പെയ്ഡ് നൗ എന്ന് പറഞ്ഞാൽ 2 രൂപ ഒരു ചാർജായിട്ട് അവർ പിടിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ നിന്ന് ആ ഒരു ചാർജ് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് സെറ്റപ്പ് ആവും. സെറ്റപ്പ് ആയതിനു ശേഷം നിങ്ങളുടെ നിന്ന് കാശ് പിടിച്ചോളും, ഡെയിലി അങ്ങ് പിടിച്ചോളും. ഓക്കെ, ഈ സെറ്റപ്പ് ഓട്ടോമാറ്റിക്. ഈ ഓട്ടോമാറ്റിക് പിന്നെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു, ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് സെറ്റപ്പ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അതിനാണ് അവർ ആ 2 രൂപ പിടിച്ചത്. ഓക്കെ, അത് സീനില്ല. അതേപോലെ തന്നെ ഡെയിലി അവരിന് മുതൽ 10 രൂപ വെച്ചിട്ട് മേടിച്ചുകൊണ്ടിരുന്നോളും കേട്ടോ. ആണ്ടേ ഡെയിലി സ്റ്റാർട്ടിങ് ടുമാറോ കണ്ടോ, ടുമാറോ തൊട്ടിട്ട് അവർ 10 രൂപ വെച്ച് പിടിച്ച് തുടങ്ങിക്കോളും. ഇപ്പോൾ നമുക്ക് ഓട്ടോ പേ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. പേടിഎമ്മിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേ ആൻഡ് പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ പേടിഎമ്മിൻ്റെ സെറ്റിംഗ്സ് ആണ് കാണിക്കുന്നത്. ഗൂഗിൾ പേയിലൊക്കെ ഇതേ കണക്ക് തന്നെയാണ് സംഭവം, ഇത് കണക്കൊക്കെ തന്നെയാണ്. ഇതിനകത്ത് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ്സിനകത്ത് ജാർ ഗോൾഡ് 7 ജൂണിന് 2 രൂപയാണ് പേ ചെയ്തേക്കുന്നത്. നമുക്കിനി ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചോ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ സേവിങ്സ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ക്യാഷ്. പരിപാടി നിങ്ങൾ കണ്ടോ, വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് കണ്ടേ, കറണ്ട് വാല്യൂ ഓഫ് സേവിങ്സ് കണ്ടോ, നമ്മുടെ കയ്യിലിരിക്കുന്ന എമൗണ്ടിൻ്റെ വാല്യൂവിനനുസരിച്ചുള്ള ഒരു ഗോൾഡിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു കറണ്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു റേറ്റ് വെച്ച് ഇവിടെ നമുക്ക് ഇവിടെ എൻ്റർ എമൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ 15, ഇപ്പോൾ നമ്മുടെ അതല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവൈലബിൾ ടു വിഡ്രോ 15.11 അപ്പോൾ നമുക്കത് അങ്ങനെ കൊടുക്കാം, കൊടുത്ത് വിഡ്രോ ചെയ്തെടുക്കാം. നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മൾ ഡെയിലി സേവിങ്സ് ആയിട്ടുള്ള സംഭവം സെറ്റ് ചെയ്യുന്നത്, ഓട്ടോ പേ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. KYC ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. വിഡ്രോയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവർക്ക് ഒരു ജുവലറിയും കൂടിയുണ്ട്. ജുവലറി എന്ന് പറയുന്നത് NEK ജുവലറി എന്ന് പറഞ്ഞൊരു ജുവലറിയും കൂടി ഇവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ജുവലറിയിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ബ്രാൻഡാണ്
ജാർ ആപ്പിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ് ജുവലറി എന്ന് പറയുന്ന NEK എന്ന് പറഞ്ഞത്. NEK ജ്വല്ലറിയുടെ ഓരോരോ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ജാർ സേവിങ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റും. ഓക്കെ, അത് ബർത്ത്ഡേക്ക് ഇപ്പോൾ ഒരാൾക്ക് അടുത്ത വർഷം ആ ഒരു ബർത്ത്ഡേ ഡേറ്റിൽ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡേറ്റിനനുസരിച്ച് നമ്മൾ ഓട്ടോ പേ ഫിക്സ് ചെയ്തിട്ടാൽ ഡെയിലി നമ്മളിന്ന് കാശ് ഓട്ടോമാറ്റിക്കലി പിടിക്കുകയും ചെയ്യും. നമ്മൾ പോയി കഷ്ടപ്പെടുകയും വേണ്ട. അതായത് നമ്മൾ ബാങ്കിൽ ക്യാഷ് ഇട്ടിരുന്നാൽ മതി, അതിനനുസരിച്ച് അവർ പിടിച്ച് അവർ ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്കത് മേടിച്ചങ്ങ് കൊടുക്കുക അവർക്ക്. ഇത് NEK ജ്വല്ലറി അവരുടെ ബ്രാൻഡാണ്. ഓക്കെ, പിന്നെ നമുക്ക് താണ്ടേ സ്പിൻ ഓപ്ഷൻ ഉണ്ട്. സ്പിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്പിൻസ് ഓപ്ഷൻ. നമുക്ക് സ്പിൻ ടു വിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡെയിലി സ്പിൻ ലെഫ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിത് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഡെയിലി ഒരു 4 സ്പിന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനകത്തും റെഫറാൻഡ് ആണ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്തും റെഫറാൻഡ് ആണ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിനകത്ത് സേവിങ്സ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ളൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു അടിപൊളി ഒരു ഫീച്ചറും കൂടി ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്ക ആപ്ലിക്കേഷനകത്തും കാശ് കുറേ ഇട്ടാലല്ലേ റിവാർഡ്സ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ സേവിങ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനകത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ഏതൊക്കെ റിവാർഡ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട്, ഗോൾഡ് ചെയിൻ കിട്ടുന്നുണ്ട്, സ്മാർട്ട് വാച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവർ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇവരുടെ ആപ്പിൽ ആക്റ്റീവായിട്ട് ഈ ഒരു സേവിങ്സിൽ അക്കൗണ്ട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടിയാണത്. അതേപോലെ തന്നെ അഡീഷണലായിട്ട് ഇങ്ങനത്തെ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ജാർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നല്ല അടിപൊളി ആപ്ലിക്കേഷനാണ്. RBI രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് കാലം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനകത്ത് സേവിങ്സ് ഇട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു ആപ്ലിക്കേഷനാണ്. യൂസ് ചെയ്ത് നോക്കുക കേട്ടോ.